എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്സ് POQ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, വരാൻ പോകുന്ന CPO എക്സാമിന് നമ്മൾ ഒരു ടോപ്പിക്, ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് പറയുന്ന ക്ലാസ് ആണ്. ഓക്കെ, മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കടക്കാൻ ആവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതായത് നമ്മൾ BNSലെ ഒരു പോർഷൻ ആണ് ഇപ്പോൾ എടുക്കുന്നത്. BNSലെ ഒരു പോർഷൻ, BNSലെ ഏത് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്റെ കൂടെ ചേർന്ന് പഠിക്കുക കേട്ടോ. BNSലെ ഏത് സെക്ഷൻ ചോദിച്ചാൽ 126 127 പഠിക്കുന്നത്. BNSലെ 126 127 നമ്മൾ പഠിക്കുന്നത്. വിനു കാരണം അരുൺ ഒരു കെട്ടിടത്തിനുള്ളിൽ എത്തുകയും അരുണിന് യാതൊരു വിധത്തിലും പുറത്തു കിടക്കാനാവാത്ത വിധത്തിൽ കെട്ടിടം പൂട്ടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. വിനു അരുണിനെ അന്യായമായി തടസ്സപ്പെടുത്തുന്നു, തടഞ്ഞു വെക്കുന്നു, പരിമിതപ്പെടുന്നു, നിയന്ത്രണം. ഇതിൽ ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നാണ് ചോദ്യം. ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് വരാം എന്ന് ചോദിച്ചാൽ, അപ്പോൾ പുറത്തു കിടക്കാനാവാത്ത വിധം കെട്ടിടം പൂട്ടുകയാണെങ്കിൽ അന്യായമായി തടഞ്ഞു വെക്കുകയാണ്. BNSലെ 127 വകുപ്പാണ്. BNSലെ 127 വകുപ്പാണ്. ക്ലിയർ? എങ്കിൽ അന്യായമായ തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ BNS 126 ആയിരുന്നേനെ. തടസ്സപ്പെടുത്തുകയ്ക്ക് മറ്റൊരു വാക്കാണ് നിയന്ത്രണപ്പെടുത്തുക, തടഞ്ഞു വെക്കുകയ്ക്ക് മറ്റൊരു വാക്കാണ് പരിമിതപ്പെടുത്തുക. എങ്കിൽ ഇവിടെ ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വിനു അന്യായമായി തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് ശരിയാണ്, ഇവ പരിമിതപ്പെടുത്തു എന്നുള്ളത് ശരിയാണ്. 2ഉം 3ഉം ഇവിടെ ശരി എന്നാണ് ആൻസർ. ഓക്കെ, 2ഉം 3ഉം ശരി. ഇനി 1ഉം 4ഉം ശരിയാകണമെങ്കിൽ ഇത് കണ്ടീഷൻ അന്യായമായി തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ 126 ആയേനെ. BNS 126ഉം BNS 127ഉം നിർബന്ധമായും പഠിക്കുക. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എത്തുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ വ്യക്തമായിട്ടത് പഠിക്കുകയും കൂടെ വേണം. ക്ലിയർ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആശ തന്റെ സുഹൃത്തായ ദിവ്യയുടെ മൊബൈൽ ഫോൺ തന്റേതാണെന്ന ധാരണയിൽ ദിവ്യയുടെ കൈവശത്ത് നിന്ന് എടുക്കുകയും എന്നാൽ അത് തന്റേതല്ല എന്ന ബോധ്യത്തോടെ സ്വന്തം ആവശ്യത്തിന് ആശ ഉപയോഗിക്കുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? അതായത് ആശ തന്റെ സുഹൃത്തായ ദിവ്യയുടെ മൊബൈൽ ഫോൺ തന്റേതാണെന്ന ധാരണയിൽ ദിവ്യയുടെ കൈവശത്ത് നിന്ന് എടുക്കുകയും. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നടന്ന കുറ്റം എന്ന് പറഞ്ഞാൽ മോഷണമല്ല. കാരണം തന്റെ അറിയാതെ എടുത്തു പോയതാണ്, അത് മോഷണമല്ല. ഇനി തന്റേതല്ല എന്ന ബോധ്യത്തോടെ എടുത്തിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ ദുർവിനിയോഗമാണ് വരുന്നത്. ഏതൊരു വസ്തു, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു വസ്തുവും എടുക്കുന്ന സമയം കുറ്റക്കാരല്ല. എടുത്തതിന് ശേഷം നമ്മുടേതല്ല എന്ന ബോധ്യം വന്നതിന് ശേഷം തിരികെ കൊടുത്തില്ല എങ്കിൽ അതാണ് എന്ത്? അത് ദുർവിനിയോഗം. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. ആശ നേരുകേടായ ദുർവിനിയോഗത്തിന് ശിക്ഷിക്കപ്പെടും. അപ്പൊ ശിക്ഷിക്കപ്പെടും. ദുർവിനിയോഗത്തിന്റെ ആൻസർ മറക്കരുത്. ഏതൊരു ക്വസ്റ്റ്യൻ നമുക്കറിയാം 314 ദുർവിനിയോഗം, 316 വിശ്വാസലംഘനം. ദുർവിനിയോഗത്തിന് നമുക്കറിയാം 6 മാസം മുതൽ ശിക്ഷ കിട്ടും, 6 മാസം മുതൽ 2 വർഷം വരെയുള്ള ശിക്ഷ കിട്ടും ദുർവിനിയോഗത്തിന്. അപ്പോ ദുർവിനിയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലെന്ന് അറിഞ്ഞിട്ടും അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നേരുകേടായ ദുർവിനിയോഗം എന്ന് കണക്കാക്കാം. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സി ഒരു കുറ്റിക്കാടിന്റെ പിന്നിലാണെന്ന് എക്സിന് അറിയാം, ഒയ്ക്ക് അതറിയില്ല. എക്സിന്റെ പ്രേരണയാൽ ഒയ് കുറ്റിക്കാടിന് നേരെ വെടിവെക്കുന്നു. അങ്ങനെ സി മരണപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരാള് ഒരു കുറ്റിക്കാടിന്റെ പിന്നിലാണെന്ന് മറ്റേ ആൾക്ക് അറിയാം, എന്നിട്ട് അയാള് മറ്റൊരാളെ കൊണ്ട് അയാളെ വെടിവെപ്പിക്കുന്നു. മനസ്സിലായോ? സി ഒരു കുറ്റിക്കാടിന് പിന്നിലാണെന്ന് എക്സിന് അറിയാം, പക്ഷെ ഒയ്ക്ക് അതറിയില്ല. എക്സിന്റെ കൂട്ടുകാരനായ ഒയ്ക്ക് അതറിയില്ല. പക്ഷെ എക്സ് ഒയ്യോട് പറയുന്നു നീ അയാളെ വെടിവെക്കൂ. അങ്ങനെ ആ പറയുന്നത് കാരണം സി മരണപ്പെടുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അവിടെ എക്സ് ഒയ് രണ്ടുപേരും കൊലപാതക കുറ്റം നടത്തിയിരിക്കുന്നു. എക്സ് കുറ്റകരമായ നരഹത്യ നടത്തുകയും ഒയ് നിരപരാധിയുമാണ്. എക്സ് ഒയ് രണ്ടുപേരും കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ ചെയ്തു. മേൽ പറഞ്ഞ ഒന്നുമല്ല എന്നാണ്. ഇവിടെ എക്സ് ഒയ് രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല. കാരണം ഇത് എക്സ് അല്ലേ ചെയ്തത്, ഒയ് അറിയാതെ ചെയ്തതല്ലേ, ഒയ്യെ കൊണ്ട് ചെയ്യിച്ചതല്ലേ. അപ്പോൾ എക്സ് ചെയ്തത് കുറ്റകരമായ നരഹത്യയാണ്, ഒയ് നിരപരാധിയുമാണ്. അപ്പൊ എക്സ് ചെയ്തത് കുറ്റകരമായ നരഹത്യയും ഒയ് നിരപരാധിയുമാണ്. അപ്പൊ ഓപ്ഷൻ ബി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നറിയുക. ശരിയായ പ്രസ്താവന ശരി എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക.
അടുത്തത് നമുക്കറിയാം നരഹത്യയും കൊലപാതകവും ഏത് സെക്ഷനാണ്? 100 നരഹത്യ, 101 കൊലപാതകം. കൊലപാതകത്തിന്റെ ശിക്ഷ 103 പറയുന്നു, 100ന്റെ ശിക്ഷ 105 പറയുന്നു. ഈ നരഹത്യയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? മനഃപൂർവമായ നരഹത്യയും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു പ്രവൃത്തി ചെയ്തു വെച്ചു, ഒരു കുഴി കുഴിച്ചിട്ടു, ആ കുഴിയിൽ വീണ അയാൾ മരിച്ചാൽ മനഃപൂർവമായ നരഹത്യ. എന്നാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന് വെച്ചാൽ അശ്രദ്ധമായോ അല്ലെങ്കിൽ കാലൊടിയാൻ വേണ്ടിയോ ഒക്കെ ചെയ്തു, പക്ഷെ അവിടെ മരണപ്പെടുമെന്ന് ഉദ്ദേശിച്ചില്ല എങ്കിൽ അത് മനഃപൂർവ്വമല്ലാത്ത. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുന്നു, അവരിൽ ഒരാൾ കൊല്ലപ്പെടുന്നു. ഒരു പ്രത്യേക വ്യക്തിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല ഈ പ്രവൃത്തി ചെയ്തതെങ്കിലും, അപ്പോ എക്സ് വെറുതെ വെടിവെക്കുകയാണ് ആൾക്കൂട്ടത്തിന് നേരെ. ഒരു പ്രത്യേക വ്യക്തിയെ കൊല്ലണ്ട എന്ന് ഉദ്ദേശിച്ചല്ല വെടിവെക്കുന്നത്, വെറുതെ വെടിവെക്കുന്നു. എന്നാൽ അതെന്താണ്? അപ്പൊ എക്സ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചെയ്തിരിക്കുന്നു. എക്സ് കൊലപാതക കുറ്റമാണോ? എക്സ് കുറ്റകരമായ നരഹത്യയാണോ? എക്സ് 101 101 കൊലപാതകമാണ്. 101 കൊലപാതകം. അപ്പൊ 4 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അപ്പൊ ഇത് കൊലപാതകം തന്നെയാണ്. കാരണം എക്സിന് വെറുതെ അങ്ങനെ ആൾക്കൂട്ടത്തിനെതിരെ വെടിവെച്ചിട്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം അല്ലാതെ ഒരു പ്രത്യേക ആളിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചെയ്ത പ്രവൃത്തി കുറ്റം തന്നെയാണ്. വെറുതെ വെടിവെച്ച ആളുകൾ മരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പൊ ആൻസർ സി ആണ്. 2ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. 2ഉം 4ഉം ശരി, 2ഉം 4ഉം ശരി എന്നുള്ള ഓപ്ഷൻ എടുക്കാം. എ ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു, തടയുവാൻ ശ്രമിച്ച ബി എ ആക്രമിക്കുന്നു. അപ്പോ എ ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു, തടയുവാൻ ശ്രമിച്ച ബി എ ആക്രമിക്കുന്നു. അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എയെ തള്ളി മാറ്റുകയും എ വീഴുകയും തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളെയാണ്. അപ്പോ എ ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുന്നു, തടയുവാൻ ശ്രമിച്ച ബി എ ആക്രമിക്കുന്നു. അപ്പോൾ ബി സ്വയരക്ഷാർത്ഥം എയെ തള്ളി മാറ്റുകയും എ വീഴുകയും തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളെയാണ്. അപ്പൊ ഇവിടെ അറിയേണ്ട കുറ്റം, എ കുറ്റക്കാരനല്ല, ബി കുറ്റക്കാരനല്ല, എ കവർച്ച ചെയ്തിരിക്കുന്നു, ബി 3 വർഷത്തെ തടവിന് ബാധ്യസ്ഥനാണ്, എ കുറ്റക്കാരനല്ല. ഇത് ഏത് നമുക്കെടുക്കാം? അവിടെ നോക്കിയാൽ എ ആണ് ബിയുടെ വീട്ടിൽ മോഷണത്തിന് കയറുക, അത് തന്നെ കുറ്റമാണ്. അപ്പൊ എ കുറ്റക്കാരനാണ്. എന്നിട്ട് തടയുവാൻ ശ്രമിച്ച ആളെ ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പൊ തീർച്ചയായും എ കവർച്ച നടത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു കവർച്ച എന്നാൽ എന്താണ്? 309 പറയുന്നു, BNS 309 കവർച്ച എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ എന്താണ് കവർച്ച? കവർച്ച എന്നാൽ ഒരു വ്യക്തിയെ മോഷണം നടത്തുമ്പോഴോ അപഹരണം നടത്തുമ്പോഴോ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് കവർച്ചയായി മാറും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എ കവർച്ച നടത്തിയിരിക്കുന്നു. എന്നാൽ ബി കുറ്റക്കാരനല്ല, ശരിയാണ്. കാരണം ബി എന്താ? സ്വയരക്ഷാർത്ഥമാണ് ചെയ്തത്. ബി സ്വയരക്ഷാർത്ഥമാണ് ചെയ്തത്, അതുകൊണ്ട് ബി കുറ്റക്കാരനല്ല. അപ്പോ ഇത് 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതുപോലെ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ബി 3 വർഷത്തെ തടവിന് ബാധിച്ചു, 3 വർഷമൊന്നും കിട്ടില്ല, ബി നിരപരാധിയാണ്. എ കുറ്റക്കാരനല്ല, എ കുറ്റക്കാരനാണ്. അപ്പൊ സ്വയരക്ഷ അവിടെ വരുന്നു. സ്വയരക്ഷാർത്ഥം എന്താണ് സ്വയരക്ഷ? നമുക്കറിയാം BNS 34ാമത്തെ വകുപ്പാണ് സ്വയരക്ഷയെ പറ്റി പറയുന്നത്. അപ്പൊ സ്വയരക്ഷയെ പറ്റി പറയുന്ന വകുപ്പ് എന്താണ്? 34. ഈ 34ാമത്തെ വകുപ്പിൽ സ്വയരക്ഷാർത്ഥം ചെയ്യുന്ന യാതൊന്നും, സ്വയരക്ഷാ അവകാശത്തിന്റെ പ്രയോഗത്തിൽ വരുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പറയുന്നുണ്ട്. സ്വയരക്ഷയുടെ പ്രയോഗത്തിൽ വരുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഓർമ്മിക്കണം 34 സ്വയരക്ഷാവകാശം 2 വിധത്തിലുണ്ട്. സ്വയരക്ഷാവകാശം 2 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ് അതിന് 2 വിധം എന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താണ്? ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശം, വസ്തുക്കൾക്കെതിരെയുള്ള സ്വയരക്ഷാവകാശം. ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശം, വസ്തുക്കൾക്കെതിരെയുള്ള സ്വയരക്ഷാവകാശം. അപ്പോൾ എയും അവിടെ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബി സ്വയരക്ഷാർത്ഥമല്ലേ ചെയ്തത്. അതുപോലെ തന്നെ വേണമെങ്കിൽ സ്വയരക്ഷാവകാശം ഇല്ലാത്ത കണ്ടീഷൻ ഏതാണ്? 37 സ്വയരക്ഷാവകാശത്തിന് നിയന്ത്രണമുണ്ട്. 37ാമത്തെ വകുപ്പിൽ എഴുതി വെച്ച് പഠിച്ചുകൊള്ളാൻ ഈ സ്വയരക്ഷാവകാശത്തിന് നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്വയരക്ഷാവകാശം പ്രയോഗിക്കാൻ സാധിക്കില്ല. സ്വയരക്ഷാവകാശം പ്രയോഗിക്കാൻ സാധിക്കാത്ത കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പബ്ലിക് സർവന്റ് ഒരാളെ കൊല്ലാൻ വേണ്ടി അല്ലാതെ അയാളുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അയാൾക്കെതിരെ ഒരിക്കലും സ്വയരക്ഷാവകാശം പ്രയോഗിക്കരുത്. ഒരു പബ്ലിക് സർവന്റ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരിക അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ വരുമ്പോൾ അയാൾക്കെതിരെ സ്വയരക്ഷാവകാശം ചെയ്യാൻ പാടില്ല. 2, ഒരു പബ്ലിക് സർവന്റിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്കെതിരെയും സ്വയരക്ഷാവകാശം പ്രയോഗിക്കാൻ പാടില്ല. 3, ഒരു പൊതു എന്താണ് ആൾക്കാർ, പോലീസോ എന്താണ് കോടതിയോ ഒക്കെ ഉള്ളപ്പോൾ പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിനായിട്ട് സമീപിക്കുവാൻ സമയമുള്ളപ്പോൾ സ്വയരക്ഷാവകാശം പാടില്ല. അപ്പോൾ സ്വയരക്ഷാവകാശം പാടില്ലാത്ത കണ്ടീഷൻ ഓർമ്മിച്ചോളുക. ഏതൊക്കെയാണ് പാടില്ലാത്തത്? 37 നന്നായിട്ട് വായിച്ചു.
അപ്പൊ ഇവിടത്തെ ആൻസർ 1ഉം 2ഉം ശരി എന്നുള്ള ഓപ്ഷനാണ്. 1ഉം 2ഉം ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പൊ സ്വയരക്ഷാവകാശം പഠിച്ചോളണം. അതിനുശേഷം 38, 39, 40 എപ്പോഴൊക്കെ കൊല്ലാൻ പാടില്ല തുടങ്ങിയവയൊക്കെ വരുന്നു. അത് ശരീരത്തിനെതിരെയുള്ള സ്വയരക്ഷാവകാശം 38, 39, 40. വസ്തുക്കൾക്കെതിരെയുള്ള സ്വയരക്ഷാവകാശം 41, 42, 43 വായിക്കണം. അടുത്തത് കൂട്ടായ്മ കവർച്ചയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കൂട്ടായ്മ കവർച്ച നമുക്കറിയാം, കവർച്ച 309 എങ്കിൽ കൂട്ടായ്മ കവർച്ച 310. എന്താണ് കൂട്ടായ്മ കവർച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ ആണോ അല്ല 5ഓ അതിലധികമോ ആളുകൾ ചേർന്ന് നടത്തുന്നതാണ് കൂട്ടായ്മ കവർച്ച. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. ഇനി ഇതിന് ലഭിക്കാവുന്ന ഉയർന്ന ശിക്ഷ ജീവപര്യന്തമാണ്. അതും ശരി തന്നെയാണ്. കൂട്ടായ്മ കവർച്ച സംഘത്തിലെ നേതാവിന് ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കും. തെറ്റാണ്. കാരണം അവിടെ ആ സംഘത്തിലെ എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. ഒന്നിൽ കൂടുതലുള്ള ആൾക്കാരും അല്ല, അത് 5ൽ കൂടുതൽ ആൾക്കാർ, അല്ലെ 5ലധികമോ. അപ്പോൾ മാത്രമല്ല, കൂട്ടായ്മ കവർച്ച നമുക്കറിയാം കൂട്ടമായി, നമുക്കറിയാം എന്താണ് BNSലെ 3 ക്ലോസ് അല്ലെ 3 ക്ലോസ് 5 എന്ത് പറയുന്നു? 3 ക്ലോസ് 5 എന്ത് പറയുന്നു? പറഞ്ഞേ. 3 ക്ലോസ് 5 പറയുന്നു, ഒരു കൂട്ടം ആൾക്കാർ ഒരു കുറ്റം ചെയ്യുമ്പോൾ മുഴുവൻ പേർക്കും ശിക്ഷ ലഭിക്കും, ഒരേ ശിക്ഷ ലഭിക്കുമെന്നാണ് 3 ക്ലോസ് 5. അത് തന്നെയാണ് ഇവിടെയും പ്രാവർത്തികമാക്കുന്നത്. അപ്പൊ കൂട്ടായ്മ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഓർമ്മിക്കുക. എയുടെ നേരെ മുഷ്ടി കുലുക്കുന്നത് വഴി താൻ എ അടിക്കുവാൻ പോവുകയാണെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് എക്സ് എക്ക് നേരെ മുഷ്ടി കുലുക്കുന്നു. ഇവിടെ എക്സ് നടത്തിയ കുറ്റമെന്നാണ്. അതായത് അടിച്ചില്ല, അടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് എയുടെ നേരെ പോവുകയാണ്. എയുടെ നേരെ മുഷ്ടി കുലുക്കുന്ന വഴി എ അടിക്കുവാൻ പോവുകയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എക്സ് എക്ക് നേരെ പോകുന്നു. അപ്പൊ ഇവിടെ നടന്ന കുറ്റം എന്തെന്ന് ചോദിച്ചാൽ ഇത് കയ്യേറ്റമാണ്. കയ്യേറ്റം എപ്പോഴും പഠിക്കേണ്ടത് കയ്യേറ്റവും കുറ്റകരമായ ബലവും തമ്മിലുള്ള വ്യത്യാസം. കയ്യേറ്റവും കുറ്റകരമായ ബലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കയ്യേറ്റം 130 BNS 130 കയ്യേറ്റം, 129 കുറ്റകരമായ ബലപ്രയോഗമാണ്, ക്രിമിനൽ ഫോഴ്സ്. അവിടെ 130 പറയുന്നത് എന്താണ് കയ്യേറ്റം എന്ന് വെച്ചാൽ ഒരു തയ്യാറെടുപ്പ്, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള തയ്യാറെടുപ്പിനെ കയ്യേറ്റം. അവിടെ ശരീരത്തിൽ തൊടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഏത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അത് വന്നാലും കയ്യേറ്റം എന്നുള്ള തയ്യാറെടുപ്പ്. ഇടിക്കാൻ പോകുന്നു, അടിക്കാൻ പോകുന്നു, നായയുടെ മാസ്ക് കഴിച്ചിട്ട് കടിക്കാൻ പറയുന്നില്ല, മാസ്ക് കഴിച്ച് നമ്മളെ പേടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് കയ്യേറ്റം. എന്നാൽ ഇത് ബലപ്രയോഗമാകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരാളെ പിടിച്ച് തള്ളുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ബോട്ടിൽ നിന്ന് അഴിച്ചങ്ങ് വിടുന്നു, നമ്മൾ കാരണം അയാൾ നീങ്ങുന്നു, അല്ലെ വസ്തു നീങ്ങുന്നല്ലേ ബലം. അപ്പൊ അതാണ് ബലപ്രയോഗം. ഇത് കയ്യേറ്റം എന്നറിയുക. അപ്പൊ ഇവിടെ നടത്തിയ എന്താണ്? എയുടെ നേരെ മുഷ്ടി കുലുക്കുന്ന വഴി എന്ത് ചെയ്തു? കയ്യേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ സെക്ഷൻ 130 എന്നൂടെ പഠിച്ചോ, 130. ഇനി ബലപ്രയോഗമാകണമെങ്കിൽ ഇടിച്ചു എന്നോ അല്ലെങ്കിൽ തള്ളിയെന്നോ അല്ലെങ്കിൽ ഓടിയെന്നോ എന്ത് വേണോ പറഞ്ഞാൽ അത് ബലപ്രയോഗമാകും. അപ്പൊ ഇതാണ് ആൻസർ. അടുത്തത് എക്സ് സിയെ ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ എക്സ് സിയെ ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കണ്ടോ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാന്നാണ് നോക്ക്. എക്സ് സിയുടെ സിയെ ആൾത്തിരക്കില്ലാത്ത റോഡിൽ വെച്ച് കാണുകയും തോക്ക് കാണിച്ച് സിയുടെ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോ പേഴ്സ് ആവശ്യപ്പെടുകയും ചെയ്യുന്നെങ്കിൽ ഇവിടെ നേരിട്ട് നടത്തുന്ന ഭയമാണ്, നേരിട്ട് നടന്ന പ്രവൃത്തിയാണ്. അപ്പൊ എക്സ് സിയുടെ പക്കൽ നിന്ന് പേഴ്സ് ഭയപ്പെടുത്തി അപഹരിച്ചു. സിക്ക് താൻ ഉടനടി കൊല്ലപ്പെടുമെന്നുള്ള ഭയം ഉളവാക്കി. എക്സ് കവർച്ച നടത്തിയിരിക്കുന്നു, എക്സ് പിടിച്ചുപറി നടത്തിയിരിക്കുന്നു. ഏതൊക്കെ വരാം? നമ്മൾ ആദ്യം അറിയേണ്ടത് BNS 308, 309 നോക്കാം. 308 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തി അപഹരിക്കുക. ഭയപ്പെടുത്തി അപഹരിക്കുക എന്ന് പറഞ്ഞാൽ 308 എന്താണ്? 308 ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഭയപ്പെടുത്തുന്നു. എങ്ങനെ ഭയപ്പെടുത്തുന്നു? നിന്റെ സാധനം ഞാൻ തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഭയപ്പെടുത്തി സാധനങ്ങൾ വാങ്ങിയെടുക്കാൻ നോക്കുന്നതാണ് ഭയപ്പെടുത്തി അപഹരിക്കുക. അത് നേരിട്ട് തന്നെ വേണമെന്നില്ല, മൊബൈലിലൂടെയോ മറ്റോ, അല്ലെങ്കിൽ ഒരാളെ തട്ടിയെടുത്ത് വെച്ചിട്ട് ഇയാളെ കൊല്ലും, മര്യാദയ്ക്ക് പൈസ ആണ്. ഇത് ഭയപ്പെടുത്തി അപഹരണം. നേരിട്ടായാലും അത് തന്നെയാണ്, ശരി തന്നെയാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ശരി തന്നെയാണ്. ഓക്കെ. ഇനി സിക്ക് താൻ ഉടനടി കൊല്ലപ്പെടുമെന്നുള്ള ഭയമുണ്ടായി. ശരിയല്ലേ? ശരിയാണ്. എപ്പോഴും അപഹരണത്തിനിടയിൽ മറ്റൊരാൾ ഉടൻ കൊല്ലപ്പെടുമെന്ന ഭയമുണ്ടായാൽ ആ അപഹരണം എന്തായി മാറും? കവർച്ചയായി മാറും. അപ്പോൾ നേർക്ക് നിന്ന് ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ ഭയക്കില്ലേ? ഉടനടി മരണം സംഭവിക്കുന്ന പേടി ഉണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യൂ? 1, 2, 3 ശരി എന്ന് പറയുക.
പിടിച്ചുപറിയല്ല നടത്തിയത്. അപ്പൊ 1, 2, 3 ശരി. അപ്പൊ അവിടെ ക്ലിയർ ആണ്. എക്സ് തന്റെ പ്രണയം നിരസിച്ചതിന് ഒയ്യുടെ മുഖത്തേക്ക് വീര്യം കൂടി ആസിഡ് എറിയുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ്. എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോ എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ് ലഭിക്കും. എക്സിന് കുറഞ്ഞത് 5 വർഷം തടവ് ലഭിക്കും. എക്സ് ഒയ്യോട് കഠിനമായ ദേഹോപദ്രവം, എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം, മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോ എക്സ് തന്റെ പറഞ്ഞ ആസിഡ് ആക്രമണമാണ്. അപ്പൊ ഇത് ഏതാ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്. കാരണം എന്താ? എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം. നമുക്ക് സെക്ഷൻ 117 BNS-ലെ 117. ഞാൻ ഈ പറയുന്ന സെക്ഷൻ കൂടെ നിങ്ങളൊന്ന് വായിച്ചോളണം. ബുക്ക് കൂടെ ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പൊ എക്സ് ഒയ്യോട് സ്വേച്ഛയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കും. അപ്പൊ എക്സ് തന്റെ പ്രണയം നിരസിച്ചതിന് ഒയ്യുടെ മുഖത്തേക്ക് വീര്യം കൂടി ആസിഡ് എറിയുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പൊ അതിൽ ശരിയായ തിരഞ്ഞെടുക്കുന്നത് ഇതാണ്. അപ്പൊ നമുക്കറിയാം ആസിഡ് ആക്രമണത്തിന്റെ സെക്ഷൻ ഏതാണ്? 124 ആണ് അല്ലെ? 124. അപ്പൊ ഈ ആസിഡ് ആക്രമണം 124 ആണെന്ന് നമുക്കറിയാം. ആസിഡ് ആക്രമണത്തിന്റെ ശിക്ഷ നമുക്കറിയാം 10 മുതൽ ജീവപര്യന്തം വരെയും, ശ്രമത്തിന് 5 മുതൽ 7 വർഷം വരെയും നമുക്കറിയാം. അപ്പൊ ആൻസർ 124 ആസിഡ് ആക്രമണത്തിന് കാരണമായ കേസ് ലക്ഷ്മി വേഴ്സസ് ഇന്ത്യയാണ്. ലക്ഷ്മി വേഴ്സസ് ഇന്ത്യ 2015 ഒരു ആസിഡ് ആക്രമണത്തിന് ഇരയായ ലക്ഷ്മി വേഴ്സസ് ഇന്ത്യയുടെ കേസ് കാരണമാണ് ഈ ആസിഡ് ആക്രമണം. അന്ന് IPC-യിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ അത് BNS-ലുമാണ്. IPC-യിലെ നേർ സെക്ഷൻ ആയിരുന്നു 326A-യും B-യുമായിരുന്നു. ഇന്നത് 124 1ഉം 2ഉമായി മാറി. ആസിഡ് ആക്രമണം വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിച്ചു വെച്ചോളാം. BNSS പ്രകാരം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023. നമുക്കറിയാം CRPC-ക്ക് പകരം വന്ന നിയമമാണ് BNSS. CRPC-ക്ക് പകരം വന്ന നിയമം. അപ്പൊ CRPC-ക്ക് പകരം വന്ന നിയമമാകുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ CRPC-യിൽ ഉണ്ടായിരുന്നതിനേക്കാളും സെക്ഷനുകൾ കൂടുതലാണ് ഇപ്പോൾ അല്ലെ? അന്ന് ഏകദേശം 484ഓളം സെക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതിപ്പോൾ 531 സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 39 അധ്യായമുണ്ട്, 2 പട്ടികയുണ്ട് അല്ലെ? ഈ 2 പട്ടികയിലാണ്, ഒന്നാമത്തെ പട്ടികയിലാണ് ഒരു കേസ് കോഗ്നൈസബിൾ ആണോ നോൺ കോഗ്നൈസബിൾ ആണോ എന്ന് പറയുന്നതും, അതുപോലെ അതിൽ തന്നെയാണ് ഒരു കേസ് ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്ന് പറയുന്നതും. അപ്പൊ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഏത് കാര്യം ചോദിച്ചാലും ഒന്നാമത്തെ പട്ടികയുടെ പ്രാധാന്യം നിങ്ങൾ മറന്നു കളയരുത്. രണ്ടാമത്തെ പട്ടിക ഫോമുകളെയും. അപ്പോ കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ നോൺ കോഗ്നൈസബിൾ കേസിനെ കുറിച്ചോ പോലീസിന് വിവരം ലഭിച്ചാൽ ആ വ്യക്തിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം കോഗ്നൈസബിൾ കേസിനെ കുറിച്ചാണെങ്കിൽ പോലീസിന് കൃത്യമായിട്ട് മൊഴിയെടുക്കാം. പക്ഷെ നോൺ കോഗ്നൈസബിൾ കേസിന്റെ മൊഴിയാണെങ്കിൽ കണ്ടോ, അവിടെ നോൺ കോഗ്നൈസബിൾ കേസില്ലേ? അപ്പൊ നോൺ കോഗ്നൈസബിൾ കേസാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നോൺ കോഗ്നൈസബിൾ കേസാണെങ്കിൽ അത് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലേ ചെയ്യാവൂ. നോൺ കോഗ്നൈസബിൾ കേസാണെങ്കിൽ മജിസ്ട്രേറ്റിനോട് ചോദിച്ചിട്ടേ മൊഴിയെടുക്കാവൂ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റും. പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിന്റെ ഒരു പകർപ്പ് വിവരം നൽകുന്നയാളിന് നിശ്ചിത തുക നൽകി കൈപ്പറ്റാവുന്നതാണ് എന്നല്ല പറയുന്നത്. പോലീസ് രേഖപ്പെടുത്തിയ വിവരത്തിന്റെ ഒരു പകർപ്പ് വിവരം നൽകുന്നയാളിന് സൗജന്യമായി നൽകണമെന്നാണ്. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഒരു കേസ് 2ഓ അതിലധികമോ കുറ്റങ്ങൾ സംബന്ധിക്കുന്നതും അവയിൽ 2എണ്ണമെങ്കിലും കോഗ്നൈസബിൾ ആയാൽ ആ കേസ് കോഗ്നൈസബിൾ കേസായി കരുതപ്പെടുന്നു. ശരിയല്ല. ഒരു കേസ് 1ഓ അതിലധികമോ മതി, 1 മതി. ഒരു കേസെങ്കിലും കോഗ്നൈസബിൾ ആയാൽ ബാക്കി എല്ലാ കേസും കോഗ്നൈസബിൾ ആയി മാറും. അതും തെറ്റാണ്. 4. BNS-ലെ 63 ബലാത്സംഗ പ്രകാരം ഒരു കുറ്റത്തെക്കുറിച്ചുള്ള വിവരം കുറ്റത്തിനിരയായ സ്ത്രീ നൽകുമ്പോൾ അപ്രകാരം വിവരം രേഖപ്പെടുത്തുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ്. 63ാമത്തെ വകുപ്പ് ബലാത്സംഗമാണ് BNS. ഒരു സ്ത്രീയുടെ വിവരം നൽകുമ്പോൾ ആ വിവരം കൃത്യമായിട്ട് ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്തൊക്കെ തെറ്റെന്നല്ലേ? തെറ്റായ പ്രസ്താവന 1 തെറ്റ് ക്ലിയർ ആണോ? 2 തെറ്റ് ക്ലിയർ ആണോ? 3 തെറ്റ് ക്ലിയർ ആണോ? 4 തെറ്റ് ക്ലിയർ ആണോ അല്ലേ? അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞിരുന്നു. ആൻസർ എന്താണ്? 1ഉം 2ഉം 3ഉം 4ഉം മാത്രം തെറ്റ് ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 2000 രൂപയ്ക്ക് ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തന്റെ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഡി കാണിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോൾ 2000 രൂപയ്ക്ക് ഡിയുടെ മേൽ എക്സ് വ്യവഹാരപ്പെടുകയും ഈ തുകയ്ക്ക് തന്റെ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ ഡി കാണിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോ നമുക്കറിയാം കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ BSA ഭാരതീയ സാക്ഷ്യ അധിനിയം
ആ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഭാരതീയ സാക്ഷ്യാധീനം. ഈ നിയമപ്രകാരം കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പുകൾ എന്നൊരു സെക്ഷൻ ഉണ്ട്, 28ാമത്തെ സെക്ഷൻ. അതിൽ പറയുന്നുണ്ട്, ഒരാൾ മറ്റൊരാൾ കടം നൽകാനുണ്ട് എന്ന പേര് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരാൾ മറ്റൊരാൾ തനിക്ക് ഇത്രയും കടം നൽകാനുണ്ട്, അല്ലെ പൈസ നൽകാറുണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് മാത്രം വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? തെളിയിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് വെച്ച് മാത്രം തെളിയിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നറിയോ? ഒരു മിനിറ്റ്. ഓക്കെ, തെളിയിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തം ബുക്കില് എന്തെങ്കിലും ഒരു കാര്യം എഴുതി വെച്ചിട്ട് മറ്റൊരാൾ ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. നമ്മുടെ ബുക്കിൽ എഴുതി വെച്ചേക്കാണെങ്കിൽ എനിക്ക് 2000 രൂപ ഇന്ന ആൾ തരാനുണ്ട് എന്ന് എഴുതി വെച്ചാൽ, എനിക്ക് 2000 രൂപ ഇന്ന ആൾ തരാനുണ്ടെന്ന് എഴുതി വെച്ചാൽ നമ്മുടെ ബുക്കിൽ നമുക്ക് ഇഷ്ടമുള്ള എഴുതി വെക്കാം. എന്നിട്ട് കോടതിയിൽ പോയി പറയുകയാണ്, സാർ എനിക്ക് 2000 രൂപ തരാനുണ്ട്. കോടതി പറയും, ശരി, ഈ ഉൾക്കുറിപ്പുകൾ BSA പ്രകാരം പ്രസക്ത വസ്തുക്കളായി കണക്കാക്കാൻ കഴിയും. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇത് പ്രസക്തമായതുകൊണ്ടാണ് നമുക്ക് BSAയിൽ തന്നിരിക്കുന്നത്, 28ാമത്തെ വകുപ്പിൽ തന്നിരിക്കുന്നത് പ്രസക്തമായതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അത് ശരിയാണ്. എന്തുകൊണ്ടെന്ന് കോടതി അത് കേൾക്കും. ഇനി ഈ ഉൾക്കുറിപ്പുകൾ മാത്രം ഉപയോഗിച്ച് കടബാധ്യത തെളിയിക്കാനാകില്ല. കാരണം എന്താ? ഈ എഴുതി വെച്ചത് മാത്രം വെച്ച് തെളിയിക്കാനാകില്ല. ഇതിനോടൊപ്പം മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ കടം തെളിയിക്കാം. അതും തെറ്റാണ്. അടുത്തത്, മൂന്നാമത്തത്, ഈ ഉൾക്കുറിപ്പുകൾ പ്രസക്തമാണ്, എന്നാൽ മറ്റു തെളിവുകളില്ലാതെ കടം തെളിയിക്കുന്നതിന് മതിയാകുന്നില്ല. ഇതാണ് ശരിയായ ഉത്തരം. അപ്പൊ 3 മാത്രം ശരി എന്ന ഓപ്ഷനിലേക്ക് പോകാൻ നമുക്ക് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്നറിയുക. അപ്പൊ കണക്ക് ബുക്കുകളിലെ ഉൾക്കുറിപ്പൊക്കെ ഓക്കെ തന്നെയാണ്, പക്ഷെ മറ്റു തെളിവുകളില്ലാതെ കടം തെളിയിക്കാൻ പറ്റില്ല. ക്ലിയർ ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ മോഷണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതെങ്കിലും ആളുടെ കൈവശത്ത് നിന്ന് ആ ആളുടെ സമ്മതം കൂടാതെ ഏതെങ്കിലും ജംഗമ വസ്തു നേരുകേടായി എടുക്കാനുള്ള ശ്രമം മോഷണമല്ല. അയാളുടെ സമ്മതം കൂടാതെ എടുക്കുന്നത് മോഷണമാണ്, അത് ഏത് വസ്തുവായാലും. അപ്പൊ ജംഗമ വസ്തു എന്നൊരു വാക്ക് വന്നിവിടെ. ജംഗമ വസ്തു എന്താണ്? ജംഗമ വസ്തു എന്ന് ചോദിച്ചാൽ BNS 303 മോഷണത്തിന് എപ്പോഴും ജംഗമ വസ്തു മാത്രമേ വിധേയമാകൂ എന്ന് പറഞ്ഞാൽ, ജംഗമ വസ്തു മൂവബിൾ പ്രോപ്പർട്ടി. നമുക്ക് മോഷ്ടിക്കാൻ ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റാത്ത വസ്തു എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു വീടിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു വലിയ കെട്ടിടത്തിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു മലയെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? അതൊന്നും എടുക്കാൻ പറ്റില്ല. അതൊക്കെ സ്ഥാവര വസ്തു എന്ന് പറയും. അപ്പൊ ഈ ജംഗമ വസ്തുവിനെ മാത്രമാണ് നമ്മൾ മോഷണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജംഗമ വസ്തു എടുക്കുന്ന മോഷണമല്ല എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഏതെങ്കിലും ഒരു ജന്തുവിനെയും ആ ജന്തു വഴി മറ്റേതെങ്കിലും വസ്തുവിനെയോ നീക്കുന്നത് മോഷണമാണ്. ഏതെങ്കിലും ഒരു ജന്തുവിനെയും ആ ജന്തു വഴി മറ്റേതെങ്കിലും വസ്തുവിനെ നീക്കം ചെയ്തത് മോഷണം തന്നെ. ജന്തുവിനെ നീക്കിയാലോ മറ്റേത് വസ്തുവിനെ ചെയ്താലോ മോഷണം തന്നെയാണ്. ഒരു സാധനം നീക്കുന്നതിൽ തടസ്സം മാറ്റുന്നത് മോഷണമല്ല എന്നാണ് പറയുന്നത്. സാധനം നീക്കുന്നതിൽ തടസ്സം എന്ന് വെച്ചാൽ, ഒരു വീടില് ഒരു സാധനം എടുക്കാൻ കതകിനെ അടിച്ചു പൊട്ടിച്ചാൽ മോഷണമല്ലേ? അത് മോഷണമാണ്. അപ്പൊ ഒരു സാധനം നീക്കുന്നതിൽ തടസ്സം മാറ്റുന്നത് മോഷണമല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് തെറ്റാണ്. ഭൂബദ്ധമായിട്ടുള്ള ജംഗമ വസ്തു ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാൽ മോഷണത്തിന് വിധേയമാക്കാം. ശരി. ഭൂബദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ബന്ധിപ്പിച്ചു വെച്ചിട്ടുള്ള ഏതൊരു വസ്തു ജംഗമ വസ്തു ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാൽ, ആ വസ്തു ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയാലുടൻ അത് മോഷണത്തിന് വിധേയമാക്കാം. അത് ശരിയാണ്. അപ്പോൾ 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റ് എന്ന ഓപ്ഷൻ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബിയിലുണ്ട്. 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റെന്ന് മനസ്സിലാക്കുക. മോഷണത്തിന്റെ ക്വസ്റ്റ്യൻ 303. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തുക്കൾ മാത്രമേ ഉൾപ്പെടൂ. അതൊരു അപഹരണമാണ്. 300 ഏതിൽ വരുന്നു? 8. അപഹരണത്തിൽ എന്ത് വസ്തുക്കളും ചെയ്യാം. മനസ്സിലായോ? ഇപ്പം സ്ഥാവര വസ്തുവായാലും ജംഗമ വസ്തുവായാലും അപഹരണത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 308 ശരി തന്നെയാണ്. അപ്പോ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിൽ ജംഗമ വസ്തു മാത്രമേ ഉൾപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റായ പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവന ശരി തന്നെയാണ്. ഭയപ്പെടുത്തിയുള്ള അപഹരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNSലെ സെക്ഷൻ 308. സ്ഥാവര ജംഗമ വസ്തുക്കൾ ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിലൂടെ ഒരാൾക്ക് സ്വന്തമാക്കാം. ശരി തന്നെയാണ്. അപ്പൊ അതിനർത്ഥം ഭയപ്പെടുത്തിയുള്ള അപഹരണത്തിലൂടെ 2ഉം സ്വന്തമാക്കാം. പേടിപ്പിച്ച് വാങ്ങിച്ചൂടെ? വീട് എഴുതി വാങ്ങിച്ചൂടെ? വസ്തു എടുത്തൂടെ? എല്ലാം വാങ്ങാം. അപ്പൊ 2ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. ഒരു ക്രിമിനൽ പ്രവൃത്തി പൊതു താല്പര്യത്തിന് വേണ്ടി നിരവധി വ്യക്തികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയും ആ പ്രവർത്തനം ചെയ്തതുപോലെ തന്നെ ബാധ്യസ്ഥനാണെന്ന് പറയുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് 3 clause 5 ആണ് ശരി ഉത്തരം. 3 clause 5.
അപ്പോൾ ഒരു ക്രിമിനൽ പ്രവൃത്തി പൊതു താല്പര്യത്തിന് വേണ്ടി നിരവധി വ്യക്തികൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഓരോ വ്യക്തിയും ആ പ്രവൃത്തി ചെയ്തതുപോലെ തന്നെ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത് 3+5 ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ BNS ഒരു കൂട്ടം ആൾക്കാർ ഒരേ പ്രവൃത്തി ചെയ്താൽ അവരെല്ലാവരും കുറ്റക്കാരാണ്. കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നതിന് മുൻപ് അവ പ്രേരണ, ഭീഷണി, നിർബന്ധം അല്ലെങ്കിൽ വാഗ്ദാനത്തിലൂടെ നേടിയ ഒരു കുറ്റസമ്മതം തുടങ്ങിയ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കേണ്ടത് ആരാണ്? അപ്പോൾ കുറ്റസമ്മതം അസ്വീകാര്യമായി കണക്കാക്കുന്നതിന് മുൻപ് അവ പ്രേരണ, ഭീഷണി, നിർബന്ധം അല്ലെങ്കിൽ വാഗ്ദാനത്തിലൂടെ നേടിയ ഒരു കുറ്റസമ്മതം തുടങ്ങിയ ഘടകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ട ആര് തന്നെയാണ്? കോടതിയാണല്ലോ കുറ്റസമ്മതം കേൾക്കേണ്ടത്. അപ്പൊ അത് BNS-ലെ ഏത് വകുപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ BNS-ലെ വകുപ്പ് 183. BNS-ലെ വകുപ്പ് 183. ഈ 183-ാമത്തെ വകുപ്പ് പ്രകാരം എന്ത് പറയുന്നു? ഒരു കുറ്റസമ്മതം എന്ത് പറയാം നമുക്ക്? ഒരു കുറ്റസമ്മതം 183-ാമത്തെ വകുപ്പ് പ്രകാരം ഒരു കുറ്റസമ്മതം അല്ലെങ്കിൽ BSIയിലെ 22 ഈ കുറ്റസമ്മതമെല്ലാം ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന്റെ അടുക്കൽ പറയാമെന്നാണ് പറയുന്നത്. ഏത് മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറഞ്ഞാലും അത് സ്വീകാര്യമാണ്. പക്ഷെ അത് എപ്പോഴും ഭീഷണിയോ നിർബന്ധമോ പ്രേരണയോ നീക്കം ചെയ്തതിന് ശേഷം പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? അത് സ്വീകാര്യമാവുകയുള്ളൂ. അത് കറക്റ്റ് ആണ്. അടുത്തത് പോവാം. പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? പോലീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശം. നമുക്കറിയാം കേരള പോലീസ് ആക്ടില് 131 വകുപ്പും 8 അധ്യായങ്ങളുമുണ്ട്. കേരള പോലീസ് ആക്ട് 2011 നിലവിൽ വന്നു അല്ലെ? ജനുവരി 29 ഗവർണർ ഒപ്പുവെച്ചു, ജനുവരി 31 ഗസറ്റിൽ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ നമുക്കറിയാം. വളരെ എളുപ്പമുള്ള പോർഷനാണ് കേരള പോലീസ് ആക്ട്. അതിനകത്ത് പോലീസ് സേവനം ലഭിക്കാൻ ജനങ്ങളുടെ അവകാശത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 7 ആണ്. ശരി ഉത്തരം സെക്ഷൻ 7. 8 പറയരുത്. 8 പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അവകാശമാണെന്ന് അറിയിക്കാം. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ വകുപ്പുകളുടെ എണ്ണം 83 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 83. അടുത്തത് പോക്സോ നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്ന ആരെയാണ്? അതെല്ലാവർക്കും അറിയാം. ആൻസർ ഏതാണ്? 18 വയസ്സിന് താഴെയുള്ള ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കുട്ടികൾ തന്നെയാണ്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 29. പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ 29. എന്താണ് 29? പോലീസുകാരുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്നു. എന്താണ് പോലീസുകാരുടെ പെരുമാറ്റം എന്ന് ചോദിച്ചാൽ ഒന്ന് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പോലീസുകാർ എല്ലാവരോടും സഭ്യതയോടും മാന്യതയോടും പെരുമാറണം. അതുപോലെ തന്നെ കൈസ്ഥലിരിക്കുന്ന പ്രതികളോട് മാന്യമായിട്ട് പെരുമാറണം. ഇരയായവരോട് സഹാനുഭൂതിയും അനുകമ്പയും കാണിക്കുക. പൊതുസ്ഥലത്ത് എത്തുമ്പോൾ വൃത്തിയും ആയിട്ട് കാണുക. ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ല. ആരെയും കയ്യേറ്റം ചെയ്യാൻ പാടില്ല. ആരെയും ബലപ്രയോഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുവാനോ പാടില്ല. തുടങ്ങിയവയൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് പറയുന്ന സെക്ഷനിൽ 29. ക്ലിയർ ആണ്. പോക്സോ നിയമപ്രകാരം സെക്ഷൻ 23 പരാമർശിക്കുന്നത് എന്താണ്? പോക്സോ നിയമത്തിൽ 23 പരാമർശിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം എന്നാണ്. ശരി ഉത്തരം മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമം. നമുക്കറിയാം ഒരു പോക്സോ നിയമം എപ്പോഴും ശിശു സൗഹാർദ്ദമായിരിക്കും. ഈ ശിശു സൗഹാർദ്ദമായിരിക്കുമ്പോൾ അതിനകത്ത് കുട്ടിയുടെ ഐഡന്റിറ്റി ഒരു കാരണവശാലും ഒരു വിധത്തിലും പുറത്തുവിടാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും മാധ്യമം പുറത്തുവിടുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടിയല്ല, ആ മാധ്യമങ്ങൾക്കെതിരെ നടപടി വരും. അതിലെ മുഴുവൻ വ്യക്തികളും ശിക്ഷാർഹരാകും. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ശിക്ഷയും ലഭിക്കും. അഖിൽ അയൽവാസിയുടെ തീ പിടിച്ച വീട് തകർത്ത് അകത്തു കുടുങ്ങിയ കുട്ടിയെ രക്ഷിക്കാൻ സഹായിച്ചു. ഇവിടെ അഖിൽ വാതിൽ തകർത്തതിനും അതിക്രമിച്ച് കയറിയതിനും കുറ്റക്കാരനാകില്ല എന്ന് പറയുന്ന വകുപ്പ്. അഖിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു വീട് തകർത്തത്? അതിനർത്ഥം ഒരു വലിയ ഹാനി ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു ഹാനി ചെയ്തതുകൊണ്ട് അത് കുറ്റമല്ല എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 19 ആണ്. അറിയുമല്ലോ, ഒരു വലിയ ഹാനി, ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, കുട്ടിക്ക് അല്ലെങ്കിൽ അപകടം സംഭവിക്കും, അതിനുവേണ്ടി വാതിൽ തകർത്തത് ഒരു കുറ്റമല്ല. 19 പ്രകാരം ശിക്ഷാർഹമല്ല. BSA 2(a) പ്രകാരം ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന വിഭാഗത്തിൽ വരുന്നത് ഏത്? ഇമെയിലാണോ, സെർവർ ലോഗുകളാണോ, കമ്പ്യൂട്ടറുകളിലെ ഡോക്യുമെന്റ്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, മെസ്സേജ് സന്ദേശങ്ങൾ, വെബ്സൈറ്റ്, വോയിസ് മെയിൽ തുടങ്ങിയവ എല്ലാം വരുന്നു. ആൻസർ ഏതൊക്കെ വരും? ഇമെയില്, സെർവർ ലോഗുകൾ, കമ്പ്യൂട്ടറിലെ ഡോക്യുമെന്റ്, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, മെസ്സേജ്, വെബ്സൈറ്റ്, വോയിസ് തുടങ്ങിയവ എല്ലാം വരും. അപ്പൊ ആൻസർ ഇവയെല്ലാമാണ് ആൻസർ വരുന്നത്. വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതുമായുള്ള നടപടിക്രമം വിശദമാക്കുന്ന BNS-ലെ വകുപ്പ്. അപ്പൊ വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമം 72 തന്നെയാണ്. അറസ്റ്റ് വാറണ്ട്.
അറസ്റ്റ് വാറണ്ടുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാ? 72. യാതൊരു സംശയവുമില്ല, 72 തന്നെയാണ്. വാറണ്ട് പുറപ്പെടുവിച്ച് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്ന സെക്ഷൻ ഏതാണ്? 72 തന്നെയാണ്. കൺഫ്യൂഷൻ ആകണ്ട. ഇത് മുഴുവൻ സെക്ഷനും ഈ 72, 82, 80 ഒക്കെ വാറണ്ട് തന്നെയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സാധാരണ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. BNS 20-ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് പൂർണ്ണമായും ഇളവ് ലഭിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡോളി ഇൻകപാക്സ് എന്ന് പറയും. ഡോളി DOLLY ഡോളി ഇൻകപാക്സ് INCAPAX അല്ലെ ഡോളി ഇൻകപാക്സ്. അപ്പോ 7 വയസ്സിന് താഴെയുള്ള കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. 7 വയസ്സിന് താഴെ ചെയ്യുന്ന കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമല്ല. അത് ഡോളി ഇൻകപാക്സ് എന്ന് പറയുന്നു. അവിടെ ഓർമ്മിക്കേണ്ടത് എന്താണ്? അവിടെ എന്താണ് വേറെന്താ പറയാ നമുക്ക് അത് തന്നെ ഡോളി ഇൻകപാക്സ് എന്ന വാക്ക് തന്നെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ 3 BNSലെ ചാപ്റ്റർ 3 20-ാമത്തെ സെക്ഷനിലാണ് കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റകരമാണ്. സ്വയം കുറ്റം ചെയ്യാനുള്ള കഴിവ് കുട്ടിക്കില്ല. കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ എന്നീ ലഹരി പദാർത്ഥങ്ങളോ മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ NDPS ആക്ട് സെക്ഷൻ 27 പ്രകാരം ലഭിക്കുന്ന ശിക്ഷ. അപ്പൊ NDPS 27 ഈ മയക്കുമരുന്നോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയാണ് 27 പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ 6 വർഷം വരെ കഠിന തടവോ, 3 വർഷം 6 മാസമൊക്കെ വരുന്ന ശിക്ഷ ഞാൻ വായിക്കുന്നില്ല. ആൻസർ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെയോ കിട്ടാം. ആൻസർ ഓപ്ഷൻ D ആണ് ശരി ഉത്തരം എന്നറിയാം. ഓപ്ഷൻ D ആണ് ശരി ഉത്തരം. 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ വരെ പിഴയോ കിട്ടാം. കൊക്കൈൻ, മോർഫിൻ, ഡൈഅസറ്റൈൽ മോർഫിൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഏതൊരു വസ്തു ഉപയോഗിച്ചാലും ഈ ശിക്ഷ ലഭിക്കും. എന്നാൽ ഇതല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചാൽ ശിക്ഷ നേരെ പകുതിയാവും. 6 മാസവും 10,000 രൂപയും. 6 മാസവും 10,000. അടുത്തത് ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് എ നല്ല രീതിയിൽ വിശ്വസിക്കുന്നില്ല. ഇസഡ് അതുവഴി കടന്നു പോകുന്നത് തടയപ്പെടുന്നു. ഇവിടെ എ ചെയ്യുന്ന കുറ്റമുണ്ട്. അപ്പൊ ഇസഡ് കടന്നു പോകാൻ അവകാശമുള്ള ഒരു പാതയെ എ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ പാത തടയാൻ തനിക്ക് അവകാശമുണ്ടെന്ന് നല്ല, അതായത് മനഃപൂർവ്വമാണ് എ ഇസഡിനെ ആ വഴി പോകാൻ നമ്മൾ തടസ്സപ്പെടുത്തുക. നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ തടസ്സപ്പെടുത്തുക 126 BNSലെ 126-ാമത്തെ വകുപ്പാണ്. എടുക്കുന്നു ശിക്ഷ നിയന്ത്രണപ്പെടുത്തുക എന്നാണ് ശിക്ഷ. തടസ്സപ്പെടുത്തുക എവിടെ വന്നാലും നിയന്ത്രണപ്പെടുത്തുക, തടഞ്ഞു വെക്കുക എവിടെ വന്നാലും പരിമിതപ്പെടുത്തുക എന്നറിയുക. ബൈക്ക് യാത്രികൻ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ യാത്രികർ ചെയ്യുന്ന കുറ്റമാണ്. എന്താണ്? മോഷണമാണോ, കവർച്ചയാണോ, ഭയപ്പെടുത്തിയ അപകരിക്കൽ? ഇവയൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കും പിടിച്ചു പറയില്ലേ എന്ന്. അത് ബലമായി പിടിച്ചെടുത്തണ്ട, പൊട്ടിച്ചോണ്ട് പോവുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ബലമായി പിടിച്ച് ആക്രമിച്ചെന്നൊരു വാക്ക് വന്നു. ആക്രമിച്ചെന്ന് ഒരു സംശയമില്ല, ആൻസർ കവർച്ച. ആക്രമിച്ചെന്നൊരു വാക്ക് വന്നാൽ യാതൊരു സംശയമില്ല, ആൻസർ കവർച്ചയിലോട്ട് പോകും കേട്ടോ, കവർച്ച. അടുത്തത് എ എന്ന സർജൻ സതുദ്ദേശത്തോടെ തന്റെ രോഗിയോട് പറഞ്ഞു, താങ്കൾ ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണമടയുകയും ചെയ്തു. ഇത് 31-ാമത്തെ വകുപ്പാണ് BNSലെ. നല്ല ഉദ്ദേശത്തോടെ പറയുന്ന സന്ദേശങ്ങൾ. അവിടെ എ എന്ന സർജൻ സതുദ്ദേശത്തോടെയാണ് രോഗിയോട് പറഞ്ഞത്, താങ്കൾ ഇനി ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. രോഗി ആ ഞെട്ടലിൽ മരണമടയുകയും ചെയ്തു. അപ്പൊ ഇത് BNSലെ 31-ാമത്തെ സെക്ഷനിൽ എ തെറ്റുകാരനാണെന്നാണ് പറയുന്നത്. അല്ല, തെറ്റുകാരനല്ല. കാരണം അദ്ദേഹം തന്റെ കടമ ശരിയായ വിധം ചെയ്തു എന്ന് പറയാം. എ തെറ്റുകാരനല്ല, കാരണം അദ്ദേഹം രോഗിക്ക് യാതൊരുവിധ തെറ്റായ പ്രതീക്ഷയും നൽകിയില്ല. അപ്പൊ ആൻസർ ഓപ്ഷൻ D നമുക്ക് എഴുതാം. എന്താണ്? ബിയും സിയും ശരിയാണ്. അപ്പൊ സതുദ്ദേശത്തോടെ പറയുന്ന വാക്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും കുറ്റകരമല്ല എന്ന് പറയുന്നത് ആണ് B ആൻഡ് C ആൻസർ. എ തന്റെ ഭാര്യയെ മർദ്ദിക്കുകയും അവൾ ബോധരഹിതയായി താഴെ വീഴുകയും ചെയ്തു. ഭാര്യ മരിച്ചെന്ന് കരുതി അറസ്റ്റ് ഭയന്ന് എ ഭാര്യയെ ഫാനിൽ കെട്ടിത്തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമെന്ന് തെളിഞ്ഞു. എങ്കിൽ എ ചെയ്ത കുറ്റമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എ ഭാര്യയെ അടിച്ചതേ ഉള്ളൂ. ബോധരഹിതയായി വീണപ്പോൾ ഇയാൾ വിചാരിച്ച് മരിച്ചെന്ന്. അപ്പൊ ഇയാൾക്ക് കൊലപാതകം നമുക്ക് എടുക്കണ്ട. കാരണം എന്താ? ഇയാൾ കൊന്നതല്ലല്ലോ. ദേഹോപദ്രവം എടുക്കാം, പക്ഷേ ഇവിടെ ഇയാളുടെ കൈ കൊണ്ടാണ് അവർ മരിച്ചത് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് കറക്റ്റ് പ്രവൃത്തി കുറ്റകരം തന്നെയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ B കുറ്റകരമായ നരഹത്യ. കുറ്റകരമായ നരഹത്യയാണ്. കാരണം കൊല്ലണമെന്ന പ്ലാനിലാണ് അടിച്ചിരുന്നുവെങ്കിൽ അത് കൊലപാതകം എടുത്തേനെ. ഇവിടെ വീണപ്പോൾ പേടിച്ചിട്ടാണ് ഇയാൾ കെട്ടിത്തൂക്കിയത്. അതുകൊണ്ട് തന്നെ അത് കുറ്റകരമായ നരഹത്യയിലേക്ക് പോവുകയാണ്. അടുത്തത് ഇസഡുമായി സൗഹൃദത്തിലുള്ള എ എന്നയാൾ ഇസഡിന്റെ അഭാവത്തിൽ ഇസഡിന്റെ ലൈബ്രറിയിൽ പോവുകയും അനുവാദമില്ലാതെ ഒരു പുസ്തകം എടുക്കുകയും തന്റെ സ്വന്തം ലാഭത്തിനായ പുസ്തകം വിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ സൗഹൃദത്തിലുള്ള എ എന്നയാൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് മോഷണം എന്ന് പറയണ്ട. അവിടെ വ്യംഗ്യമായ സമ്മതം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് സമ്മതമുണ്ട്. ഇപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ
ലൈബ്രറി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ ഫ്രീഡത്തിൽ എടുക്കാറുണ്ട് ബുക്കൊക്കെ. എടുത്തിട്ട് നമ്മളത് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ യാതൊരു സംശയവുമില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. എന്താണ്? വസ്തുവിന്റെ കുറ്റകരമായ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. വസ്തുവിന്റെ കുറ്റകരമായ ദുരുപയോഗം ചെയ്തിരിക്കുന്നു. വസ്തുവിന്റെ കുറ്റകരമായ ദുരുപയോഗം നടത്തിയിരിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അടുത്ത്, ഒരാളുടെ കേൾവി ശക്തി ആക്രമണത്തിലൂടെ സ്ഥിരമായി ഇല്ലാതാകുന്നത് എന്തിന്റെ നിർവചനത്തിൽപ്പെടും? നമ്മൾ 116 BNS 116 പഠിക്കുന്നു. എന്താണ്? കഠിനമായ ദേഹോപദ്രവം. അപ്പോൾ അവിടെ ഒന്ന് പ്രകോപനത്തിന്മേൽ മുറിവേൽപ്പിക്കുന്നു, കൊലപാതക ശ്രമം, കഠിനമായ ദേഹോപദ്രവം, വിഷവസ്തുക്കൾ ഉപയോഗിച്ചു. ഇതിൽ ഏത് വരുമെന്ന് ചോദിച്ചാൽ ഒരാളുടെ കേൾവി ശക്തി ആക്രമണത്തിലൂടെ സ്ഥിരമായി ഇല്ലാതാകുന്നത് എന്തിന്റെ നിർവചനത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ എന്തിന്റെയാണ്? അവിടെ കഠിനമായ ദേഹോപദ്രവം ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. കഠിനമായ ദേഹോപദ്രവം. എക്സ് തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് ഒയ്ക്ക് ഉത്തമ ബോധമുണ്ടായിരിക്കെ എക്സിനെ തന്റെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഒയ് അനുവദിച്ചു. അങ്ങനെയെങ്കിൽ ലഭിക്കുന്ന ശിക്ഷയും. എക്സ് തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ തീവ്രവാദ പ്രവർത്തനത്തിന്റെ സെക്ഷൻ 113. ഈ 113 ചെയ്ത വ്യക്തിയെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ സഹായിച്ച വ്യക്തിയും ശിക്ഷാർഹം തന്നെയാണ്. അയാൾക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 3 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയുമാണ്. മൂന്നാമത്തതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എന്നറിയാം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, എക്സിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി വൈ എക്സിന്റെ മകനെ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? അപ്പോ കഠിനമായ ദേഹോപദ്രവമാണ്, പക്ഷെ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണ്? പണം തട്ടുന്നതിന് വേണ്ടിയാണെങ്കിൽ സെക്ഷൻ 119 ഞാൻ ഈ പറയുന്ന സെക്ഷനുകൾ നിങ്ങൾ വായിക്കണം. മോഷണം കവർച്ചയാകുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെ? സൂര്യോദയത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുമ്പോ ആണെങ്കിൽ, അല്ലെ, സൂര്യോദയത്തിന് ശേഷമോ സൂര്യോദയത്തിന് മുൻപോ, അതുപോലെ മോഷണം നടത്താൻ വേണ്ടി ഒരു വ്യക്തി അന്യായമായി തടങ്കലിൽ വെക്കുമ്പോൾ, സ്വേച്ഛയാ ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിലൂടെ ഓഫ് ദീസ്. അപ്പോൾ ഇതില് 2ഉം 3ഉമാണ് കറക്റ്റ് വരുന്നത്. 2ഉം 3ഉം. അപ്പോ മോഷണം കവർച്ചയാവുന്നത് എപ്പോഴാണ്? മോഷണം നടത്താൻ വേണ്ടി വ്യക്തിയെ അന്യായമായി തടങ്കൽ വെക്കുമ്പോൾ വരും. സ്വേച്ഛയായ ഏതെങ്കിലും ആൾക്ക് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിലൂടെ വരും. പക്ഷെ ആദ്യത്തെ സൂര്യോദയത്തിന് ശേഷം എന്ന് വന്നു. സൂര്യോദയത്തിന് ശേഷമല്ല, സൂര്യോദയത്തിന് മുൻപോ, അല്ലെ, സൂര്യാസ്തമയത്തിന് ശേഷമോ എന്നാണ് പറയേണ്ടത് കേട്ടോ. സൂര്യോദയത്തിന് ശേഷമല്ല, സൂര്യാസ്തമയത്തിന് ശേഷം. തെറ്റായ പ്രസ്താവനയാണ് 1. സൂക്ഷിച്ചുത്തരം പറയണം. 2ഉം 3ഉമാണ് ശരി. 2ഉം 3ഉമാണ് ശരി എന്നറിയാം. അടുത്തത്, BNS നരഹത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. നരഹത്യ മരണം സംഭവിക്കാൻ ഇടയുണ്ടെന്നൊരു ഒരു ദേഹോപദ്രവം ഉണ്ടാകുന്ന ഉദ്ദേശത്തോടെ ആ പ്രവൃത്തി കൊണ്ട് മരണം സംഭവിക്കാൻ താൻ ഇടയാകുമെന്നുള്ള അറിവോടുകൂടി ഉടനടി മരണം സംഭവിക്കുന്നു. അപ്പോ ഈ ഉടനടി എന്നുള്ള പരിപാടി ഇല്ല. ബാക്കിയെല്ലാം ഓക്കെ. മരണ ഉദ്ദേശമുണ്ട്, ദേഹോപദ്രവം ഉണ്ടാകണം, മരണം ഇടയും, ഇതൊക്കെ ശരി. പക്ഷെ മരണം സംഭവിക്കുന്നു എന്നുള്ള കാര്യമില്ല. അപ്പൊ ആൻസർ 1ഉം 2ഉം 3ഉം ശരി എന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം. 1ഉം 2ഉം 3ഉം. ഒരു കൊലപാതകം ആൾക്കൂട്ട കൊലപാതകമാകണമെങ്കിൽ ശരിയായ പ്രസ്താവന എങ്ങനെയാണ്? ആൾക്കൂട്ടം. അപ്പൊ 5 അതിലധികം ആളുകൾ ചേർന്ന് ഒരാളെ കൊല്ലുന്നു, മരണശിക്ഷയോ ജീവന തടവ് ശിക്ഷയോ ലഭിക്കാം. 2 അതിലധികം ആൾക്കാർ ചേർന്നത് കൂട്ടുപ്രതികൾക്ക് ശിക്ഷ ലഭിക്കും. അത് തെറ്റാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തീർച്ചയായിട്ടും തെറ്റാണ്. അപ്പൊ 2ഉം 3ഉം അല്ലെങ്കിൽ 1ഉം 2ഉം വരാം. നമുക്ക് നോക്കാം. 5 അതിലധികം ആളുകൾ ചേർന്ന് നടത്തുന്നത് മരണശിക്ഷ ജീവപര്യന്തമോ കിട്ടാം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുന്നത്. അപ്പൊ 1ഉം 2ഉമാണ് നമുക്ക് എടുക്കാം. അടുത്തത്, എക്സിന്റെ ഉപേക്ഷാപരമായ ഡ്രൈവിങ്ങിനാൽ ഒയ് മരണപ്പെടുകയും സംഭവത്തെ പറ്റി ഉടനെ തന്നെ പോലീസ് ഓഫീസറെയോ മജിസ്ട്രേറ്റിനെയോ റിപ്പോർട്ട് ചെയ്യാതെ എക്സ് രക്ഷപ്പെട്ടാൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയുണ്ട്. അപ്പോ ഉപേക്ഷാപൂർവമായ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഉപേക്ഷാപൂർവമായ പ്രവൃത്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ ഏതിൽ പോകുമെന്ന് ചോദിച്ചാൽ സെക്ഷൻ 106. 106ാമത്തെ സെക്ഷൻ പ്രകാരം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ 106 5 വർഷം കിട്ടും. എന്നാൽ അത് നിർത്താതെ പോവുകയാണെങ്കിൽ, വാഹനം നിർത്താതെ പോലീസിനെയോ മറ്റാരെയോ അറിയിക്കാതെ പോവുകയാണെങ്കിൽ 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും കിട്ടും. 10 വർഷം. ബിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കുന്നു. ആയതിനാൽ എക്ക് കിട്ടുന്ന ശിക്ഷയുണ്ട്.
എ ബിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച എന്നേക്കുമായി കണ്ണിന്റെയോ ചെവിയുടെ ഒക്കെ വന്ന കഠിനമായ ദേഹോപദ്രവമാണ്. അപ്പോൾ അവിടെ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ തടവും പിഴയും തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഓപ്ഷൻ 3 എന്നറിയുക. ഓക്കെ. രാജു രവിയെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തലക്കടിച്ച് വീഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ രാജു ചെയ്ത കുറ്റം. പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് പറയുമ്പോൾ അത് കൊലപാതകം വരില്ല, അത് കുറ്റകരമായ നരഹത്യ നമുക്ക് എടുക്കാം. കുറ്റകരമായ നരഹത്യ. ഓക്കെ. രാജു രവിയെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തലക്കടിച്ച് വീഴ്ത്തുന്നു. അങ്ങനെയെങ്കിൽ രാജു ചെയ്ത കുറ്റം. പക്ഷേ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് മരിച്ചാൽ മാത്രം കുറ്റകരമായ നരഹത്യ, അല്ലാത്ത പക്ഷം കൊലപാതക ശ്രമം വരാം, അല്ലാത്ത പക്ഷം കഴിഞ്ഞ. അത് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ശ്രദ്ധിക്കണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഒന്ന് പൂർത്തീകരിച്ചില്ല. നമുക്ക് രാജു തലക്കടിച്ച് വീഴ്ത്തുന്നു, രവി മരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെ, പെട്ടെന്നുള്ള പ്രകോപനത്തിൽ തലക്കടിച്ചു. മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കുറ്റകരമായ നരഹത്യ കൊടുക്കാം. അങ്ങനെ കൊടുക്കാം ക്വസ്റ്റ്യൻ. മരിച്ചു. ചെറിയ സംഘടിത കുറ്റകൃത്യം. നമുക്കറിയാം ഈ ചെറിയ സംഘടിത കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ 112 വകുപ്പാണ്. ഇതിൽ വരുന്നത് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ചെറിയ സംഘടിത കുറ്റകൃത്യം ചരക്ക് മോഷണം വരാം. 1 വർഷം കുറയാത്തതും 5 വർഷമല്ല, 1 വർഷം to 7 വർഷമാണ് ശരി വരുന്നത്. അപ്പൊ അതിൽ 1ഉം 4ഉം വരാം കേട്ടോ. 1ഉം 4. എ എന്ന കള്ളൻ ബിയുടെ എന്നയാളുടെ വീട്ടിൽ മോഷണം നടത്തുന്നു. ശ്രമിച്ച ബിയെ ആക്രമിക്കുന്നു. അപ്പോൾ സ്വയരക്ഷാർത്ഥം എയെ കത്തിയെടുത്ത് കുത്തുകയും എ മരണപ്പെടുകയും ചെയ്യുന്നെങ്കിൽ നേരത്തെ പഠിച്ചതാണ് സ്വയരക്ഷാവകാശം. അവിടെ അയാൾ എ മരണപ്പെടുകയും ബിക്ക് എന്ത് കിട്ടും? ബി കുറ്റക്കാരനല്ല. ബി കുറ്റക്കാരനല്ല എന്ന ഓപ്ഷൻ നമുക്ക് എടുക്കാം. ആൻസർ എന്താണ്? 4 മാത്രം ശരി. BNSS വകുപ്പ് 66മായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 66 സമൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. സമൻസ് കൈപ്പറ്റുന്ന വ്യക്തി സമൻസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകേണ്ടതാണ്. അത് അല്ലെ, വ്യക്തിക്ക് ഡ്യൂപ്ലിക്കേറ്റ് അത് സ്വീകരിക്കുന്നത് വീട്ടിലെ മുതിർന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ. സമൻസ് നൽകേണ്ടയാൾ സ്ഥലത്തില്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന പുരുഷൻ സമൻസ് നൽകേണ്ടതാണ്. പുരുഷൻ നൽകേണ്ട. മുതിർന്ന വ്യക്തി എന്നതിൽ വീട്ടുജോലിക്കാൻ ഉൾപ്പെടുന്നില്ല. ശരി തന്നെയാണ്. അടുത്തത് സമൻസ് കൈപ്പറ്റുന്നയാളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ഉള്ള നടപടിക്രമം 66. അപ്പോ ഇതിൽ ഏതൊക്കെ വരും എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെ ശരി വരുമെന്ന് ചോദിച്ചാൽ 2 മാത്രം തെറ്റ്, ബാക്കിയെല്ലാം ശരി. 2ൽ എന്താ തെറ്റ്? മുതിർന്ന പുരുഷാംഗം എന്നല്ല, മുതിർന്ന അംഗത്തിന് സമൻസ് കൊടുക്കാം. സമൻസ് കൊടുക്കാൻ പോകുമ്പോൾ വീട്ടിൽ അംഗമില്ല എങ്കിൽ എന്ത് ചെയ്യാം? വീട്ടിലെ മുതിർന്ന അംഗത്തിന് കൊടുക്കാം. ഒന്നാമത്തത് കുട്ടി എന്നാൽ 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും ആളെന്ന് അർത്ഥമാക്കുന്ന സെക്ഷൻ 2 clause 3. അപ്പോൾ അത് തെറ്റാണ്. കാരണം 2 clause 3-ലല്ല കുട്ടി എന്ന് പറയുന്നത്. കുട്ടി 2 clause 3 ആണ്, പക്ഷെ 18 വയസ്സാണെന്ന് അർത്ഥം. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവന. ക്ഷതി എന്നാൽ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ ഖ്യാതിക്കോ വസ്തുവിനോ നിയമവിരുദ്ധ ഉണ്ടാക്കുന്ന പ്രവൃത്തി എന്നാണ് അർത്ഥം എന്ന് ഓർമ്മിക്കുക. അതാണ് ക്ഷതി. അത് 2 clause എന്താണ്? 2 clause 14 ആണ് കേട്ടോ. 14 ആണ് കേട്ടോ. അവിടെ 2 clause H എന്നാണ് നടക്കുന്നത്. 2 clause 14 എന്ന് നടത്തുള്ളൂ കേട്ടോ. 2 clause 14 ആണ് അവിടെ നമുക്ക് വേണ്ടത്. 2 clause 14. ഓക്കെ. അപ്പൊ H അല്ല കേട്ടോ. H അല്ല. അപ്പൊ 2 clause 14-ൽ തന്നെയാണ്. ശരി തന്നെയാണ്. ഇനി ഏകാന്ത തടവ് പറയുന്നത് 11-ലാണ്. നമുക്കറിയാം ഏകാന്ത തടവിന്റെ കാലാവധി 3 മാസം വരെയാണ് ഒരു വ്യക്തിക്ക് മാക്സിമം ഏകാന്ത തടവ് കൊടുക്കുന്നത്. 1 വർഷത്തിലധികം കഠിന തടവ് കിട്ടാവുന്ന എല്ലാ വ്യക്തിയും ഏകാന്ത തടവ് പരമാവധി 3 മാസം വരെ കൊടുക്കും. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റമല്ല എന്ന് പറയുന്ന സെക്ഷൻ 21 അല്ല, 20 ആണ് അല്ലേ? ഏതാണ്? 20 ആണ്. അപ്പോ ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ബിയും സിയും ശരി എന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. ബിയും സിയും ശരിയാണ്. അവിടെ 7 മുതൽ 12 വയസ്സ് വരെയുള്ള കാര്യമാണ് സെക്ഷൻ 21-ൽ പറയുന്നത്. പൊതു അധികാര സ്ഥാനങ്ങളെ സംരക്ഷണത്തിന് വേണ്ടി സമീപിക്കാൻ സമയമുള്ള സംഗതികളിൽ സ്വയരക്ഷാവകാശം ഉണ്ടാകുന്നതാണ്. ശരിയല്ല. നമ്മൾ പറഞ്ഞു. 37-ാമത്തെ വകുപ്പ് വായിച്ചു നോക്കണം. ചിത്തഭ്രമമുള്ള എക്സ് ഒയ്യെ കൊല്ലാൻ ശ്രമിക്കുന്നു. എക്സ് യാതൊരു കുറ്റത്തിനും അപരാധിയല്ല. എന്നാൽ ഒയ്ക്ക് എക്സിന്റെ ബുദ്ധിക്ക് സ്ഥിരതയുണ്ടായിരുന്നു എങ്കിൽ തനിക്കുണ്ടാകുമായ സ്വയരക്ഷാവകാശം ഉണ്ടായിരിക്കും. ശരി തന്നെയാണ്. 36-ാമത്തെ വകുപ്പാണ് കേട്ടോ. 36-ാമത്തെ വകുപ്പാണെന്ന് അറിയുക. ഈ 36-ാമത്തെ വകുപ്പിൽ പറയുന്നത് ചിത്തഭ്രമമുള്ള ആള് മറ്റൊരാളെ കൊല്ലാൻ വന്നാലും സ്വയരക്ഷാവകാശം പ്രയോഗിക്കാം. 3 ചിത്തഭ്രമമുള്ളവന്റെയും മറ്റും കൃത്യത്തിനെതിരായി സ്വയരക്ഷാവകാശം പ്രതിപാദിക്കുന്ന സെക്ഷൻ 33. ചിത്തഭ്രമമുള്ളവന്റെയും മറ്റും കൃത്യത്തിനെതിരായി സ്വയരക്ഷ 36 ആണ്. ഇതും തെറ്റാണ്. 36 ആണെന്നറിയുക. ഇതും തെറ്റാണ്. മനുഷ്യവാസ സ്ഥലമായോ വസ്തു സൂക്ഷിപ്പ് സ്ഥലമായോ ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും കെട്ടിടത്തിലോ കൂടാരത്തിലോ ജലയാനത്തിലോ തീ, സ്ഫോടക വസ്തു മൂലമോ ഉണ്ടാകുന്ന ദ്രോഹം വസ്തു സംബന്ധിച്ച സ്വയരക്ഷാവകാശം മരണം സംഭവിക്കുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ മനുഷ്യവാസ സ്ഥലത്ത് ഉണ്ടാകുന്ന കൂടാരത്തിൽ ഒരാൾ ദ്രോഹം ഉണ്ടാക്കിയാൽ, ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രോഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ വസ്തുക്കൾ നശിപ്പിക്കുന്നതിനാണ് ദ്രോഹം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിയായ പ്രസ്താവനയാണ്. 2ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷനിലേക്ക് പോവാം. 2ഉം 4ഉം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? 2ഉം 4ഉം ശരിയല്ല.
രണ്ടും ക്വസ്റ്റ്യൻ നോക്കാം ഒന്നുകൂടെ, അതിൽ ഓപ്ഷൻ കറക്റ്റ് എല്ലാം തോന്നുന്നു. അപ്പൊ 3 തെറ്റാണ്, 1 തെറ്റാണ്. 2ഉം 4ഉം ശരിയല്ലേ വരേണ്ടേ? ദ്രോഹം വസ്തു സംബന്ധിച്ച മരണം സംഭവിക്കുകയും നയിക്കുന്നു എന്നാണ്. ശരി തന്നെയാണ്. അപ്പൊ 2ഉം 4ഉം ശരി തന്നെയാണ് വരേണ്ടത്. ഓപ്ഷൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. 2ഉം 4ഉം ശരി, 1ഉം 3ഉം തെറ്റെന്നൊരു ഓപ്ഷൻ. 1ഉം 3ഉം തെറ്റുണ്ടല്ലോ. അപ്പൊ അത് തന്നെ. അപ്പൊ ഓപ്ഷൻ ഡി 1ഉം 3ഉം തെറ്റ്, 2ഉം 4ഉം ശരി. ബലാത്സംഗം പ്രതിപാദിക്കുന്ന സെക്ഷൻ എല്ലാവർക്കും അറിയാം, 63 BNS ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷനാണ് ബലാത്സംഗം, 63. BNSലെ സെക്ഷൻ 4 ഉൾപ്പെടാത്ത ശിക്ഷ ഏതാണ്? അപ്പൊ 4 ഏകദേശം 6 തരം ശിക്ഷകളുണ്ട്. വധശിക്ഷയുണ്ട്, ജീവപര്യന്തമുണ്ട്, കമ്മ്യൂണിറ്റി സേവനമുണ്ട്, തടവ് 2 വിധമുണ്ട്, കഠിനതരവും സാധാരണ തരവും ഉണ്ട്, വസ്തു കണ്ടുകെട്ടലുണ്ട്, പിഴയുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല എന്നാണ് ആൻസർ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൾപ്പെടാത്തതായിട്ടൊന്നുമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാം ഉൾപ്പെട്ടതാണ്. സ്ത്രീധന മരണത്തിന് കാരണമാകുന്ന ഏതൊരാൾക്കും ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്നു. ശരിയാണ്. ഏതാണ്? 80ാമത്തെ വകുപ്പാണ്. സ്ത്രീധന മരണം പ്രതിപാദിക്കുന്ന സെക്ഷൻ 80 തന്നെയാണ്. ശരി തന്നെയാണ്, ശരി തന്നെയാണ്. ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് വീണ്ടും വിവാഹം കഴിക്കുന്ന സാഹചര്യം വന്നാൽ അവിടെ 82 സെക്ഷൻ. ബൈഗാമി എന്ന് പറയുമ്പോൾ സെക്ഷൻ 82 വരുന്നത്. ഇത് തെറ്റാണ്. ഇനി ഒരു സ്ത്രീയുടെ ഭർത്താവോ ബന്ധുവോ അവളെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പ് 85 ശരിയാണ്. അപ്പൊ 1ഉം 2ഉം 4ഉം ശരി എന്ന ഓപ്ഷനാണ്. 1ഉം 2ഉം 4ഉം ശരി എന്ന ഓപ്ഷൻ ദസിയിലുണ്ട്. 1ഉം 2ഉം 4ഉം ശരി. എക്സ് വൈരക്കല്ലുകൾ അല്ലെന്ന് തനിക്കറിയാവുന്ന സാധനങ്ങൾ വൈരക്കല്ലുകളാണെന്ന നിലയിൽ പണയം വെക്കുന്നത് വഴി സിയെ ഉദ്ദേശപൂർവ്വം കബളിപ്പിക്കുകയും അതുവഴി പണം കൊടുക്കുകയാണ്. അപ്പോ ഇവിടെ ചെയ്തിരിക്കുന്നത് എക്സിനറിയാം ഇത് വൈരക്കല്ലുകളല്ല, എക്സിനറിയാം ഇത് വൈരക്കല്ലുകളല്ല, എന്നിട്ടും മനഃപൂർവ്വം മറ്റേയാളെ പറ്റിച്ചുകൊണ്ട് അയാൾക്ക് അത് അടിച്ചേൽപ്പിച്ച് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നുവെങ്കിൽ അവിടെ നടന്ന കുറ്റം എന്തെന്ന് ചോദിച്ചാൽ ഏതാണ്? ദ്രോഹമാണോ, വിശ്വാസലംഘനമാണോ, ചതിയാണോ? ചതിയാണ് ആൻസർ കേട്ടോ. വേറെ ഒന്നും പറയരുത്, ചതി. എപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏത് കപടാനുകരണം നടത്തിയിരിക്കുന്നു, അതായത് പറ്റിക്കുന്നു, ഒന്ന് കാണിച്ച് മറ്റൊന്ന് പറ്റിക്കുകയാണെങ്കിൽ ചതിക്കൽ ആണ് ആൻസർ. എയുടെ പക്കൽ നിന്ന് സിക്ക് കിട്ടേണ്ട ഒരു കടം തീർക്കുന്നതിന് വേണ്ടി എയുടെ സ്വത്തുക്കൾ വിധി നടത്തിയെടുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് സിക്ക് കടം തീർന്നു കിട്ടുന്നത് തടയുക. അപ്പോ എയുടെ പക്കൽ നിന്ന് സിക്ക് കിട്ടേണ്ട കടം തീർക്കുന്നതിന് വേണ്ടി എയുടെ സ്വത്തുക്കൾ വിധി നടത്തിയെടുക്കുക. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരാൾക്ക് കിട്ടേണ്ട പൈസ അയാൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മറ്റൊരാൾ ചെയ്യുന്നു. ഒരാൾക്ക് കിട്ടേണ്ട വസ്തുക്കൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടി മറ്റേയാൾ ചെയ്യുന്ന കുറ്റം എന്തെന്നാണ്? അത് ദ്രോഹം എന്നാണ് ആൻസർ. എന്താണ്? ദ്രോഹം. കാരണം എന്താ? നമുക്കൊരു നേട്ടവും കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവൻ എന്തുണ്ടാകണം? ദോഷമുണ്ടാകണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും എന്താണ്? ദ്രോഹം ചെയ്തിരിക്കുന്നു എന്ന് പഠിക്കുക. ദ്രോഹം. അടുത്തത് അന്യായമായി തടഞ്ഞു വെക്കൽ സെക്ഷൻ 126 പ്രതിപാദിക്കുന്നു എന്നുള്ള ശിക്ഷ 1 വർഷം 5000. തെറ്റാണ്. തടഞ്ഞു വെക്കലൊക്കെ 127 അപ്പൊ അത് തെറ്റാണ്. അടുത്തത് അന്യായമായി തടസ്സപ്പെടുത്തൽ സെക്ഷൻ 127 വരുന്നു, അതും തെറ്റാണ്. അത് ഏതാണ്? സെക്ഷൻ 126 വരുന്നത്. സെക്ഷൻ 143 ആൾ മോഷണം, അതും തെറ്റാണ്. 143 ആൾ വാണിഭമാണ്. 138 എന്താണ്? ആൾ അപഹരണത്തെ പറ്റി പറയുന്നു. അപ്പൊ ആൾ അപഹരണത്തെ പറ്റി പറയുന്നത് ശരിയാണ്. 4 മാത്രമാണ് ഇതിൽ ശരി. അപ്പൊ ഈ ഓപ്ഷനിൽ 4 മാത്രം ശരി എന്നൊരു ഓപ്ഷൻ ഇല്ല. നമുക്കതിൽ ഇങ്ങനെ ക്ലിയർ ചെയ്യാം. 4 മാത്രം ശരിയെന്ന ഓപ്ഷൻ ആക്കാം. അപ്പോൾ 4 മാത്രമാണ് ശരി എന്നറിയുക. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം ഉണ്ടാകുന്ന സെക്ഷൻ. കാര്യക്ഷമമായ പോലീസ് സേവനം എന്താണ്? സെക്ഷൻ 7. സംശയമൊന്നുമില്ല. കേരള പോലീസ് നിയമം 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്ന സമയം ഏത് സമയത്തും അല്ലെ? പോലീസുകാരുടെ അവകാശമല്ലേ? പോലീസ് സ്റ്റേഷനിലുള്ള അവകാശമാണ് ഏത് സമയത്തും. ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, വേഗം പറയൂ. എല്ലാം ഉണ്ട്. മര്യാദയുണ്ട്, ഔചിത്യമുണ്ട്, അവസരോചിതമായ സഹാനുഭൂതിയുണ്ട്, സഭ്യവും മാന്യവുമായ ഭാഷയുണ്ട്. അപ്പോൾ ആൻസർ എയും ബിയും സി. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷയുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പരാമർശിച്ച ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചത്. NDPS ശിക്ഷ എത്രയാണ്? 1 വർഷത്തെ കഠിന തടവ്. 1 വർഷത്തെ കഠിന തടവ് 20,000 രൂപ. 27. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിച്ചാൽ, ഇത് NDPS നിയമം സെക്ഷൻ 25. NDPSലെ 25ാമത്തെ വകുപ്പാണ് പറയുന്നത്. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ കുറ്റകൃത്യം ചെയ്യാൻ അനുവദിച്ചാലുള്ള ശിക്ഷ എത്രയാണെന്ന് നോക്കാം. എത്രയാണ്? ആ കുറ്റത്തിനുള്ള ശിക്ഷ ലഭിക്കും. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി
ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷയുണ്ട്. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണ്? സ്പർശനം. അവിടെ കുറഞ്ഞ ശിക്ഷ 3 വർഷമാണ്, കൂടിയത് 5 വർഷം. 3 മുതൽ 5 വർഷമാണ് ഇവിടുത്തെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 7ആണ്. 7, 8 പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന് കള്ളപ്പരാതി നൽകുന്ന ആൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കള്ളപ്പരാതി ചെയ്യുകയാണ്, അതായത് മറ്റു വ്യക്തി കുട്ടിയോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്താൽ അയാൾക്ക് ശിക്ഷ എന്ന് പറഞ്ഞാൽ എത്രയാണ്? മുതിർന്ന വ്യക്തിക്കെതിരെ ശിക്ഷ കൊടുത്താൽ 6 മാസം തടവ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കുന്ന പരമാവധി ശിക്ഷ. യൂസർ നെയിം, പാസ്വേഡ് ഒക്കെ ചോർത്തിയാൽ 66C ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ സ്വത്വാപഹരണം എന്ന് പറയും. ആൻസർ 3 വർഷവും 1 ലക്ഷം രൂപയുമാണ് ശിക്ഷ. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത് എന്ന് ചോദിച്ചാൽ തുടർച്ചയായി കുറ്റക്കാരെന്ന് വെച്ചാൽ 7 വർഷവും 10 ലക്ഷവുമാണ്. വീണ്ടും ആവർത്തിച്ചാൽ 67B ആണ്. IT ആക്ട് 67B പ്രകാരം 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. 7 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഇനി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് 9ാമത്തെ വകുപ്പാണ്. ഓർമ്മിക്കുക. ഇനി ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവോടെ തടങ്കിൽ വെക്കാവുന്ന ഉയർന്ന സമയപരിധി എത്രയാണ്? അത് 24 മണിക്കൂർ തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കിൽ വെക്കാവുന്ന ഉയർന്ന സമയപരിധി 24 മണിക്കൂർ. സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യം? 1. പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമ എന്ന നിലയിലുള്ള താല്പര്യത്തിനെതിരാകുമ്പോൾ ശരിയാണ്. പോലീസ് തടങ്കലിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം അല്ല. പ്രസ്താവന ബന്ധുത്വത്തിന്റെ അസ്തിത്വമാണെങ്കിൽ ശരി. വാദതടസ്സമാകുമ്പോൾ ശരിയാണ്. അപ്പൊ ആൻസർ 1, 3, 4 ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരി എന്നൊരു ഓപ്ഷനാണ് ശരി. ഇത് BSIയിലെ ഭാരതീയ സാക്ഷി അധിനിയത്തിലെ ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ ഭാരതീയ സാക്ഷി അധിനിയത്തിലെ ഏത് വകുപ്പാണെന്ന് ചോദിച്ചാൽ ഏത് വകുപ്പാണ്? ഇത് 26. മനസ്സിലാക്കുക, മരണമൊഴിയൊക്കെ വരുന്നൊരു വകുപ്പാണ്. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ: 1. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ ചെയ്യാം. അപ്പൊ സ്വകാര്യ വ്യക്തിക്ക് ഒരാൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം കണ്ടോ? ജാമ്യം 40ാമത്തെ വകുപ്പിലാണ്. നമ്മൾ BNSSൽ 40ാമത്തെ വകുപ്പിൽ ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്ത നോൺ ബെയിലബിൾ ആൻഡ് കൊഗ്നൈസബിൾ കുറ്റം സാന്നിധ്യത്തിൽ വെച്ച് ചെയ്താൽ ഒരു സ്വകാര്യ വ്യക്തിക്കും ഒരാളെ അറസ്റ്റ് ചെയ്യാം. ജാമ്യത്തിന് അർഹതയുള്ളതും പോലീസിന് വാറണ്ട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ ജാമ്യത്തിന് അർഹതയുള്ളതും പോലീസിന് വാറണ്ട് കൂടി മാത്രമേ അറസ്റ്റ് ചെയ്യാൻ, അത് പറ്റില്ല, അത് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സ്വകാര്യ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ B തെറ്റാണ്. ഇനി ഗുരുതരമായ ഏത് കുറ്റം നടന്നാലും ബലപ്രയോഗം കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ് ശരി. ജാമ്യം ലഭിക്കാവുന്നത് പോലീസിന് നേരിട്ട് കിട്ടാവുന്നതുമായ കുറ്റം സാധിച്ചു നടന്നാൽ പോലീസിന് ജാമ്യം ലഭിക്കുന്നത് പക്ഷെ കോഗ്നൈസബിൾ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്വകാര്യ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം 1, 3, 4 ഒക്കെ ചെയ്യാം. BSI പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായ? ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തടങ്കലിൽ വെച്ച് നടത്തുന്നത് സ്വീകാര്യമല്ല. മാപ്പുസാക്ഷിയാക്കാമെന്ന വ്യവസ്ഥയിൽ പറയുന്നത് സ്വീകാര്യമല്ല. മജിസ്ട്രേറ്റ് മുമ്പാകെ നടത്തുന്നത് മാത്രം സ്വീകാര്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. പോലീസ് ചടങ്ങിൽ വെച്ച് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇപ്പുറത്തേതൊക്കെയാണ് പോലീസ് ചടങ്ങിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും ശരിയാണ്. അപ്പോ 3, 4 ശരി എന്നൊരു ഓപ്ഷനാണ്. ഇതാണ് ആൻസർ. 3, 4 ശരി. അതിന്റെ ബാക്കിയാണ്. താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാൻ ശരിയാണ്. എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ അവകാശം ഇല്ലല്ലോ. സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ അവകാശമുണ്ട്. പരാതി നൽകിയതിന്റെ കൈപ്പറ്റി രസീത് കിട്ടാൻ അവകാശമുണ്ട്. 1, 3, 4 ശരിയാണ്. ആൻസർ 1, 3, 4 ശരി എന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് ഈ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് എന്റെ പ്രതീക്ഷ.
വലിയ അളവിൽ മയക്കുമരുന്ന് കയറ്റുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം NDPS അപ്പൊ 31A പ്രകാരം ആവർത്തിച്ചാൽ എന്ത് ചെയ്യണം? ആവർത്തിച്ചാൽ വലിയ അളവിലുള്ള, അതായത് 19, 24, 27, 31A എന്ത് ചെയ്യുന്നു? ഒറ്റ കാര്യമുള്ളൂ, വധശിക്ഷ. NDPS 31A കണ്ടാൽ ആൻസർ വധശിക്ഷ, വേറെ ഒന്നുമില്ല. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് സഹായമാകുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്? കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ ഏത് സെക്ഷനിലാണ് പറയുന്നത്? 64 കേരള പോലീസ് ആക്ട്. ഒരു കളവ് ചെയ്യണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാകുന്ന കുറ്റം ഏതാണ്? അപ്പോൾ ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? കവർച്ച തന്നെയാണ്. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി എത്രയാണ്? പ്രായപരിധി 18-നും 60 വയസ്സ് വരെയുമാണ്. 18-നും 60-നും ഇടയിലുള്ള ആൾക്കാർ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? അത് IT ആക്ടിലെ 66 പ്രകാരം, 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം, അല്ലെ നമുക്കറിയാം. അടുത്തത് ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻ, നമുക്ക് തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യനോടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്ന് മാക്സിമം ഒരുപാട് പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ടുണ്ട്, സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കും. എല്ലാ ഭാഗങ്ങളും BNSS-ഉം BSA-യും IT ആക്ടും പോക്സോയും NDPS-ഉം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ, അല്ലെ വിവരാവകാശം ഉൾപ്പെടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ക്ലാസ്സുകൾ വരും. അപ്പൊ മാക്സിമം ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് കൂടെ വെച്ച് പഠിക്കുക. ഞാൻ മാക്സിമം കണ്ടന്റ് തീർക്കാനാണ് അല്പം സ്പീഡിൽ പോയത്, കുഴപ്പമില്ല. മാക്സിമം കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണം, അതാണ് നമ്മുടെയും ലക്ഷ്യം. ഓക്കെ ആണോ? അപ്പൊ തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.